നമസ്തേ. UGC NET Sanskrit Traditional Subjects Code 73 2022 ജൂലൈ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളിൽ വേദാന്താഹ എന്ന 8ാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു അവലോകനമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു 8ാമത്തെ യൂണിറ്റിനെ തന്നെ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു. വേദാന്ത സമ്പ്രദായ പരിചയഃ, തത്വമസീതി വാക്യവിചാരഃ, ബ്രഹ്മസ്വരൂപം, വിവർത്തപരിണാമയോസ്തുലന, മോക്ഷഃ എന്നിങ്ങനെ. ഇവിടെ വേദാന്ത സമ്പ്രദായ പരിചയഃ എന്നുള്ള ആദ്യത്തെ ഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നു. മാണ്ഡൂക്യകാരികായാഃ പ്രകരണാനി ക്രമേണ യോജനീയാനി. മാണ്ഡൂക്യകാരികയുടെ പ്രകരണങ്ങൾ ഏതെല്ലാമാണ് എന്ന ക്രമത്തിൽ എഴുതാനാണ്. സുഷുപ്താവസ്ഥായാം ഈശ്വരപ്രാജ്ഞൗ ആനന്ദമനുഭവതഃ എന്ന് ദ്വൈതസിദ്ധാന്തസ്യ പ്രതിഷ്ഠാപകാചാര്യഃ കഃ, അചിന്ത്യഭേദാഭേദവാദസ്യ ആചാര്യഃ അസ്തി. ഇങ്ങനെ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വേദാന്ത, അതായത് ദ്വൈത വേദാന്തം, അദ്വൈത വേദാന്തം, ശുദ്ധാദ്വൈതം, ഇങ്ങനെയുള്ള വേദാന്ത സമ്പ്രദായങ്ങളെ വേണ്ട പോലെ മനസ്സിലാക്കുകയും അവയുടെ പ്രവക്താക്കളായ ആചാര്യന്മാരെ അറിയുകയും അവരുടെ പ്രധാന ഗ്രന്ഥങ്ങളെ അറിയുകയും ഇവിടെ അത്യാവശ്യമാണ്. അതുപോലെ ഇവിടെ മാണ്ഡൂക്യകാരികയുടെ പ്രകരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗമാണ് തത്വമസീതി വാക്യവിചാര. അത് വേദാന്ത സാരത്തിൽ നിന്നുമാണ് പ്രധാനമായിട്ട് തത്വമസി അധോ ലിഖിതേഷു സത്യം കഥനമസ്തി, തത്വമസി എന്നുള്ള വാക്യവിചാരത്തെ പറ്റി പറയുന്ന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഇതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രഹ്മസ്വരൂപം, വിവർത്തപരിണാമയോസ്തുലന, ഇതൊന്നും ചോദിച്ചു കണ്ടില്ല. മോക്ഷഃ, ശാണ്ഡില്യ വിദ്യാസംബദ്ധ എന്നൊരു ചോദ്യം കണ്ടിരുന്നു. അത് ഛാന്ദോഗ്യ ഉപനിഷത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ 6 ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. വേദാന്തസാരം, ഛാന്ദോഗ്യോപനിഷത്ത്, മാണ്ഡൂക്യകാരിക, പ്രധാനപ്പെട്ട വേദാന്ത സിദ്ധാന്തങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മൊത്തത്തിൽ വേദാന്ത എന്ന ഭാഗത്ത് നിന്ന് 6 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമസ്കാരം.